സദസ് കണ്ടാൽ അറിയാം, വോട്ട് ചെയ്ത് എണ്ണിത്തീരുമ്പോ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് യാതൊരു സംശയം. ആർക്കാണ് സംശയം? എനിക്കറിഞ്ഞൂടാ. ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം. അവരെന്താ വിചാരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഇവിടെ എല്ലാവരും പറയുന്നു നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നാട്ടിലെ കൊള്ളരുതാത്ത ഭരണം ഒന്ന് അവസാനിപ്പിക്കാനാണ് എന്ന്. എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? വോട്ട് UDF ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. കേരളത്തിലെ ഒരു സംശയം വേണ്ട, ഒരു ഭരണമാറ്റം ഉണ്ടാവണം. അത് ഇവിടെ മത്സരിക്കുന്ന BJPക്ക് കഴിയോ അല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്ക് കഴിയോ ആർക്കെങ്കിലും കഴിയോ? ആർക്കും കഴിയില്ല. അത് UDF മാത്രമേ സാധിക്കുള്ളൂ. ആർക്കായത് അറിഞ്ഞൂടാത്തത്? ഞാനൊരൊറ്റ കാര്യം പറയും. നിലമ്പൂരിന്റെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു ഡിവിഷനിൽ ഇപ്പോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, തൃക്കലമ്പൂർ. അവിടെ പൊതുവെ കരുതപ്പെടുന്നത് CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട എന്ന 1000 വോട്ടിന് കത്തിച്ചാണ് അന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത് എത്ര വോട്ടിനറിയോ? 8000 വോട്ടിനാണ് അവിടെ ആ ഡിവിഷനിൽ. അത് തന്നെയാണ് നിലമ്പൂരിലെയും സ്ഥിതി. അതുകൊണ്ട് എനിക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊന്ന് നേരെ നോക്കണം. ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ UDF ജയിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. എഴുതി വെച്ചോളി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ഞാൻ പറയുന്നു, നിലമ്പൂരിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടന്റെ പാരമ്പര്യം ഏറ്റെടുത്ത് നിലമ്പൂരിൽ മതേതരത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്തും യാതൊരു സംശയമില്ല. ജയ് ഹിന്ദ്.